ഇന്നത്തെ ഉള്ള ചില ഈ ട്രൈബ്സ് എന്ന് പറയുന്ന ഇരുള, പുളയ, പളിയാസ് അവരെല്ലാം ഈ മെസോലിത്തിക് പീരിയഡിലിരുന്ന് തന്നെ, അതുപോലെ ആന്ധ്രയിലുള്ള ചെഞ്ചു, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആ പീരിയഡിൽ തന്നെ അവർ ഹണ്ടർഗതരായിട്ട് തന്നെ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു തിയറി ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഹിസ്റ്ററി നമ്മുടെ ഒരു ബോഡിയാണ്, അവർ ഓൺ ബോഡി. കാരണം നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഉള്ള ഈ സ്ട്രക്ചർ തന്നെ ഒരു എവിഡൻസ് ആണ്. നമ്മുടെ ബോഡീൻ്റെ അകത്തുള്ള ജെനറ്റിക്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡായിട്ട് മാറി. ആർക്കിയോളജി കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് ഇല്ല. ഇന്നൊരു കുറേ ടീച്ചേഴ്സ്ക്ക് ഞാൻ ഇത് ആർക്കിയോളജി കുറിച്ച് പഠിപ്പിച്ചു. അവർ പറയുന്നത് ആർക്കിയോളജി കുറിച്ച് കോളേജസിൽ അധികം പഠിക്കാറില്ല, അതുപോലെ അതിനെ പഠിക്കുന്ന ടീച്ചേഴ്സ് ഇല്ല. ഇതേ സിറ്റുവേഷൻ തമിഴ്നാട്ടിലും തന്നെയാണ്. ഇവിടുത്തെ കുട്ടികളെല്ലാം അമേരിക്കൻ ഹിസ്റ്ററി പഠിക്കും, പിന്നെ ലോക്കൽ ആർക്കിയോളജി, ലോക്കൽ ഹിസ്റ്ററി പഠിക്കില്ല. അതൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് ഇതിന് ഉറപ്പായിട്ട് ഇത് മാറ്റിയെടുക്കണം. പട്ടണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് ഇവിടെ ഈ ആർട്ടിഫാക്ട്സ്, മെറ്റീരിയൽ കൾച്ചർ ഇസ് പവർഫുൾ എന്ന് പറയാം. മാറ്റർ എന്ന് പറഞ്ഞാൽ, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സെയിം ആസ് അർത്ഥശാസ്ത്രം. ഇറ്റ് ഈസ് ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് വെൽത്ത്. അതുപോലെ തന്നെ പട്ടണത്തിലും നമുക്ക് ഒരുപാട് മെറ്റീരിയൽ കൾച്ചർ ഡൈവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പട്ടണം വാസ് എ ബിസിനസ് സെൻറ്റർ എന്ന് പറയാം. ഒരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സെൻറ്റർ, ഒരു മാർക്കറ്റ്, അതുപോലെ ഒരു പോർട്ട്. ഇങ്ങനെ മൾട്ടി ഫങ്ഷണൽ ടൗൺ ആയിരുന്നു. ഈ എർലി ഹിസ്റ്റോറിക് പീരീഡിലാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റം ഓൾ ഓവർ ദ ഇന്ത്യൻ ഓഷൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പട്ടണം. പട്ടണത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ച്ഡ് അവർ ഔട്ട്ലുക്ക് എന്ന് പറയാം ഉറപ്പായിട്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ മാപ്പിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടണം അരിക്കമേട് മാത്രമല്ല, ഒരുപാട് സൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആർക്കിയോളജിയുടെ ഒരു പ്രസക്തി എന്താണ് ഈ കാലഘട്ടത്തിൽ? എങ്ങനെയാണ് ഹിസ്റ്ററി, ആന്ത്രപ്പോളജി, ആർക്കിയോളജി അതിൻ്റെ ഒരു റിലേഷൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഒരു മെത്തഡോളജി അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ആർക്കിയോളജിയിലും നമുക്ക് ഹാർഡ് എവിഡൻസ് വേണം. ആർക്കിയോളജിയിൽ നമുക്ക് സ്റ്റോറി പറയാൻ കഴിയില്ല, ഇൻ്റർപ്രിട്ടേഷൻ പറയാൻ. നമുക്ക് മെറ്റീരിയൽ കൾച്ചർ വിൽ സ്പീക്ക്. അതിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണം, നമുക്ക് പറയാൻ കഴിയില്ല. അത് യവണരുടെ ഷിപ്സ്, കലം, വിനയ്മാൻ, നൻകലം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ഈ ഷിപ്സ് പൊണ്ണോട് വന്നു. അതായത് അതിൽ ഗോൾഡ് കൊണ്ടുവന്നിട്ട് പിന്നെ കറി പെപ്പറോട് തിരിച്ചു പോകുന്നുണ്ട്. ബീറ്റിംഗ് ദ ഫോം ഓഫ് ദ പെരിയാർ റിവർ പുഴയുടെ അകത്ത് വന്നതായിട്ട് ആ റെഫറൻസ് ഉണ്ട്. നമുക്ക് പൊന്നാനിയിലിരുന്ന് കൊയിലാണ്ടി വരെയുള്ള പകുതിയിൽ ഏരിയയിൽ നമുക്ക് കുറേ എക്സ്പ്ലോറേഷൻ ചെയ്യണം. കോസ്റ്റിൽ നടന്ന് അടുത്തതായിട്ട് നമുക്ക് ബേപ്പൂരിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു സ്റ്റോൺ ആങ്കർ കിട്ടിയിട്ടുണ്ട്, കൽ നങ്കുറം എന്ന് പറയുന്ന. കേരളത്തിൻ്റെ മരിടൈം ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആണ്. നമുക്ക് ഏകദേശം 300 BC കൂടുതൽ വരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് 20th സെഞ്ച്വറി വരെ. കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. വളരെ ഡിഫിക്കൽട്ട് ടെറൈനാണ്. സാർ, ഇപ്പോൾ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോഴും കോളേജുകളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഒരു പഠന വിഷയമായിട്ടുള്ളത്. അപ്പോൾ 1980s തുടങ്ങി തന്നെ സാർ ഈ മേഖലയിലേക്ക് സാറിൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആർക്കിയോളജി എന്നുള്ള ഒരു ഫീൽഡിലേക്ക് സാർ എത്തിപ്പെടുന്നത്? ഞാൻ 1984 ആദ്യമായിട്ട് BSc ഫിസിക്സ് ഒരു കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു. പിന്നെ കുംഭകോണം ഗവൺമെൻറ് കോളേജിലെ ഇന്ത്യൻ കൾച്ചറിന് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് ഒരു പെക്യൂലിയർ കോഴ്സാണ്, BA ഇന്ത്യൻ കൾച്ചർ. അതിൻ്റെ അകത്ത് ഫിലോസഫി ഉണ്ടായിരുന്നു, ആർക്കിയോളജി ഉണ്ടായിരുന്നു, യോഗ ഉണ്ടായിരുന്നു, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ,
ഹിസ്റ്ററി, സൈക്കോളജി, ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷനുള്ള കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഒരു പ്രൊഫസർ പറഞ്ഞു ഇങ്ങനെ ആർക്കിയോളജി ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, അതിൻ്റെ ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ നമുക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതുപോലെ ഡെക്കൻ കോളേജിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയം തന്നെ എനിക്കൊരു അങ്ങനെ ഒരു ഡെസിഷൻ തോന്നി, നമുക്ക് ഇതിൽ ഉറപ്പായിട്ട് PhD എടുക്കണം. അപ്പം ആ സമയത്ത് എനിക്ക് ഒരു ജോലി ഒരു ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് ഈ സബ്ജക്റ്റിൽ തീരെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യണം, ഇത് റിസർച്ച് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് കുംഭകോണം കോളേജിലെ BA ഇന്ത്യൻ കൾച്ചർ കഴിഞ്ഞിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി പോയി. അത് കഴിഞ്ഞ സമയത്ത് എനിക്ക് UGC JRF ഫെലോഷിപ്പ് കിട്ടി, റിട്ടൺ എക്സാമിൽ പാസ് ചെയ്ത് കിട്ടിയത് കൊണ്ട് ഡെക്കൻ കോളേജ് പോയി. അങ്ങനെയാണ് ആർക്കിയോളജി ഫീൽഡിൽ വന്നത്. അതുകൂടാതെ എനിക്ക് MA ആർക്കിയോളജി സമയത്ത് ഒരു മാസം ഫുൾ കംപ്ലീറ്റ് എക്സ്കവേഷൻ എക്സ്പീരിയൻസ് കിട്ടി. ആ എക്സ്കവേറ്റഡ് സൈറ്റ് കാരൈക്കാട് എന്ന് പറയും, അരിക്കമേട്ടിന് ഒരു 22 കിലോമീറ്റർ സൗത്തിലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്. ഇന്ന് പട്ടണത്തെ പോലെ ഇരുന്ന അരിക്കമേട്ടിൻ്റെ അടുത്തുള്ള ഒരു സാറ്റലൈറ്റ് സെൻറ്ററാണ്. അവിടെ ഒരുപാട് നമുക്ക് റൂളറ്റഡ് വെയർ സെറാമിക്സ് കിട്ടിയിരുന്നു. അതുകൂടാതെ അവിടെ ഒരു ആംഫറ ഷേർഡ് കിട്ടി. ആ ആംഫറ ഷേർഡിൻ്റെ ഒരു അപ്പിയറൻസ് ഒരു ടെറക്കോട്ട ഫിഗറൈൻ പോലെ ഉണ്ടായിരുന്നു, കാരണം അത് ഡ്രസൽ 24ൻ്റെ ഹാൻഡിൽ പോർഷനാണ്, ഡബിൾ ഹാൻഡിൽ ആംഫറ ആണ്. അവിടുത്തെ ഉള്ള ടീച്ചേഴ്സ് അവർക്ക് ആർക്കും അത് എന്താന്ന് പറയാൻ കഴിയില്ല, അതൊരു പസിലായിരുന്നു. പിന്നെ അതിനെ ഒരു ടെറക്കോട്ട ഓബ്ജക്റ്റിനെ റെക്കോർഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെക്കൻ കോളേജ് പോയിരുന്നു. ആ സമയത്താണ് വിമല ബെഗ്ലി അരിക്കമേട് എക്സ്കവേഷൻ പ്രോജക്റ്റ് തുടങ്ങി. അതായത് പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി മ്യൂസിയമും മദ്രാസ് യൂണിവേഴ്സിറ്റിയും ജോയിൻ ചെയ്തു ഇങ്ങനെ ഒരു അരിക്കമേട് എക്സ്കവേഷൻ പ്രോജക്റ്റ് തുടങ്ങി. അതിൽ പല എക്സ്പെർട്ട്, ചിലർ ഐറോപ്പ, അങ്ങനെ ബെർണിക്കെ, അതിൽ ആ സൈറ്റ്സിൽ വർക്ക് ചെയ്യുന്ന എക്സ്പെർട്ട് ഇവിടെ വന്നു. അവരാണ് ഈ ആംഫറയെ കുറിച്ച് ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു ഇൻട്രഡക്ഷൻ നടത്തി. അവിടുത്തെ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇന്ന് വരെ കേരളത്തിലുള്ള പട്ടണം വരെ ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കൊടുത്ത്. അങ്ങനെയാണ് ആർക്കിയോളജിക്ക് വന്നു. സർ, അപ്പോൾ ഡെക്കാൻ കോളേജിലെ റിസർച്ചിന് ശേഷം പിന്നീട് ഇവിടെ കേരളത്തിൽ ജോയിൻ ചെയ്യും? ഞാൻ 2003 മാർച്ചിൽ കേരളത്തിലെ CHSൽ വന്നത്. അതിന് മുൻപ് തന്നെ കേരളത്തിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഡെക്കൻ കോളേജ് മേറ്റ് എന്ന് പറയുന്ന രാജൻ ചെടമ്പത്ത് അരിക്കമേട് എക്സ്കവേഷനിൽ വിമല ബെഗ്ലിയുടെ കൂടെ പങ്കെടുത്തു. ആ സമയത്ത് വിമല ബെഗ്ലിയുടെ ഒരു ആഗ്രഹം മുസിറിയെ കണ്ടെത്തണം. അതുകൊണ്ട് 1993-94 ഒരു കേരള ട്രിപ്പ് വന്നു. 1993-94 കേരള ട്രിപ്പ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ KP ഷാജനെ കണ്ടു. ഷാജൻ്റെ വീട്ടിൽ പോയി. ഷാജൻ ഒരു ഇങ്ങനെ എല്ലാ ഒബ്ജക്ട്സും കളക്ട് ചെയ്ത് നടക്കുന്ന ഒരു ആളാണ്, ജിയോളജിസ്റ്റാണ്. ജിയോളജിസ്റ്റ് കം ആർക്കിയോളജിസ്റ്റ്. ഷാജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിലെ PG ഡിപ്ലോമ ഇൻ ആർക്കിയോളജി കഴിഞ്ഞിട്ട് കേരളത്ത് ഉണ്ടായിരുന്നു. കൊരട്ടി വീടാണ്. കൊരട്ടിയിൽ ഇങ്ങനെ അവർ റിസർച്ച്, ആ ഭാഗത്ത് റിസർച്ച് ചെയ്ത് അവർ കുറേ കളക്ഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൂടാതെ ഷാജൻ JRF കിട്ടി. അതുകൊണ്ട് ഷാജൻ ഡെക്കൻ കോളേജിലിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ PhD ജോയിൻ ചെയ്തു. അതിൻ്റെ ടോപ്പിക് ജിയോ ആർക്കിയോളജി. ആ സമയത്ത് വിമല ബെഗ്ലി, രാജൻ ചെടമ്പത്ത്, ഷാജൻ, ഞാൻ 4 പേരും കുറേ കൊടുങ്ങല്ലൂരിനടുത്ത് നടന്നു. പക്ഷെ അവിടെ ആ സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് രാജൻ ചെടമ്പത്തിൻ്റെ ഫീൽഡ് PhDന് വേണ്ടിയിട്ട് കുറേ എക്സ്പ്ലോറേഷൻ ചെയ്തു. രാജനും ഞാനും കുറേ എക്സ്പ്ലോറേഷൻ ചെയ്തു. അതാണ് കേരളത്തിലെ ആദ്യത്തെ ഫീൽഡ് എക്സ്പ്ലോറേഷൻ. അത് മെയിൻലി പെരിയാർ റിവർ ബേസിനിൽ. അവിടെ പോയി രണ്ടുപേരും, രാജനും എൻ്റെ ഫീൽഡ് വർക്കിന് തമിഴ്നാട്ടിൽ വന്നു. അവിടെ പോയിട്ട് തനിച്ച് ഒരു ടി കല്ലുപ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രാജനും ഞാനും
അവിടെ താമസിച്ച് കുറേ എക്സ്പ്ലോറേഷൻ ചെയ്യും, നടന്ന് തന്നെ. രാവിലെ അത് ഡെക്കൻ കോളേജ് ഫീൽഡ് വർക്ക് സ്റ്റൈലാണ്. രാവിലെ പ്രൊഫസർ പദ്ദേവയുടെ ഫീൽഡ് വർക്കിന് ഒരു വെഹിക്കിൾ ഒരു 8 മണിക്ക് എല്ലാവരെയും വിട്ടു പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 മണിയിലിരുന്ന് വൈകിട്ട് 5 മണി വരെ ഇവർ നടന്നു പോകും. നടന്നു പോകുന്ന ഫീൽഡ് വർക്കിനെ, സൈറ്റിനെ. കാരണം അന്ന് ഇത്രത്തോളം ട്രാഫിക് വെഹിക്കിൾസ് ഇല്ല. പിന്നെ പോകുന്ന സമയത്ത് ഈ കിറ്റ് കൊണ്ടുവരാൻ 2 കുറുബാന്ന് പറയുന്ന ഒരു ഷീപ്പ് കോട്ട് ഹെർഡേഴ്സ് കർണാടകയിലുണ്ടാവും. അവർ ഈ വെയിറ്റ് എല്ലാം കൊണ്ടുവരും. അതിൻ്റെ കൂട്ടത്തിൽ പദ്ധയാവും അവരുടെ സ്റ്റുഡൻസും ഇങ്ങനെ നടന്നു പോകും. ഒരു ദിവസം ഫുള്ളായിട്ട് നടന്നു പോയിട്ട് ഉച്ചയ്ക്ക് ബ്രെഡും ബനാനയും മാത്രം കഴിക്കും. വെള്ളം കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് വൈകിട്ട് വീണ്ടും ഒരു പോയിന്റിൽ ഡെക്കൻ കോളേജിൻ്റെ വണ്ടി വരും, വെഹിക്കിൾ. പിന്നെ ക്യാമ്പിൽ പോകും. അതുപോലെ തന്നെ ഞങ്ങളും അവിടെ ടീക്കല്ലുപ്പെട്ടിയിലെ ഫീൽഡ് വർക്ക് ചെയ്തു. ചിലപ്പോൾ വൈകിട്ട് രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 8 മണിക്കൂർ അങ്ങനെ നടന്ന് തന്നെ പോകും. വൈൽഡ് ഫോറസ്റ്റ് ഏരിയയാണ്, മലയുടെ അടുത്തുള്ള പ്രദേശം, അഗ്രികൾച്ചറൽ ഫീൽഡ്. അവിടെ പോയിട്ട് കുറേ സൈറ്റ്സ് കണ്ടെത്തിയിട്ട് ഉണ്ട്. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വളരെ ഡിഫറെൻ്റാണ് കേരളത്തെക്കാട്ടിലും. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പാണ്, ട്രീസ് ഇല്ല, പിന്നെ പ്ലെയിൻ ഗ്രാസ് കുറവായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തിലും വീടാണ്. അതുകൊണ്ട് രാജനും ഞാനും ഈ ഭാഗത്ത് കുറേ ദൂരം നടന്ന്, പെരിയാർ വാലിയിൽ നടന്ന് ഓരോരോ കോമ്പൗണ്ടായിട്ട് പോയി അന്വേഷിച്ച്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് കേരളത്തിലെ ഫീൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മീറ്റ് ഓൾ ദ പീപ്പിൾ. നമുക്ക് ഫ്രീ ആയിട്ട് തമിഴ്നാട് പോലെ ചെയ്യാൻ കഴിയില്ല. 2003 മറ്റേ ഈ എക്സ്കവേഷനിൽ തൈക്കൽ കടക്കപ്പള്ളി എക്സ്കവേഷൻ, അത് കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്കവേഷൻ ആയിരുന്നു. അതിൽ CHSൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ പോയിട്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു. അതിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്സ് എല്ലാം കിട്ടി. അവിടെ തൈക്കൽ കടക്കരപ്പള്ളി അതിൻ്റെ ഡേറ്റിംഗ് 13th സെഞ്ചുറിയിലാണ്, 13-14 നൂറ്റാണ്ട്. അത് 2 AMS റേഡിയോ കാർബൺ ഡേറ്റിംഗ്, 2 ഡേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റ് എല്ലാം പറയുന്നത് 13th സെഞ്ചുറി ഇതാണ്. അത് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അത് തൈക്കലിനടുത്ത് ഒരു പഴയ ഒരു പുഴയുടെ അടുത്ത് ഉള്ള ഒരു പുഴയുടെ കൈവഴി പോലെ ഉള്ള സ്ഥലത്ത് അടുത്താണ് ഇത്. ഒരു പാഡി ഫീൽഡിൻ്റെ അകത്ത് കിട്ടിയത്. ആ സമയത്താണ് റാൾഫ് പെഡൽസൺ, അവർ US-ലെ ഒരു ടെക്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോട്ടിക്കൽ ആർക്കിയോളജി ഒരു സ്പെഷ്യലിസ്റ്റാണ്. അവർ വന്നു. അതുകൂടാതെ ലൂസി ബ്ലൂവിൻ്റെ സ്റ്റുഡൻസ് വിക്ടോറിയ ടൊമാലിൻ, അവർ സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ വന്നു. അവരുടെ കൂടെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അന്ന് ഒരു ദിവസം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഷാജൻ ഇവിടെ 2 മൺപാത്ര കഷണങ്ങൾ കൊണ്ടുവന്നു. 2 മൺപാത്ര കഷണങ്ങൾ കൊണ്ടുവന്നിട്ട് കാണിച്ചു. ശരിക്കും അതിലെ ഒരെണ്ണം ഈ റോമൻ ആംഫോറ ആയിരുന്നു. അതിൻ്റെ എനിക്ക് ആ എക്സ്പീരിയൻസാണ് ഒരു 10-15 കൊല്ലം മുൻപ് മറ്റേ ഇതിലെ കിട്ടിയ, നമുക്ക് കരൈക്കാട്ടിലെ കിട്ടിയ ആംഫോറാവെ ഓർമ്മപ്പെടുത്തി. സിമിലർ. അതുകൂടാതെ അരിക്കമേട് എക്സ്കവേഷനിലെ 300+ ആംഫോറയുടെ കാറ്റലോഗ് എന്ന് പറയും. കാരണം ആർക്കിയോളജിസ്റ്റ് ചെയ്യുന്നത് കാറ്റലോഗ്, ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ 3 dimension, ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്, തിക്നെസ്, വെയ്റ്റ്, അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഷൻസ്, പ്രോപ്പർട്ടീസ് അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യും. പിന്നെ അതിനെ ഇതിലെ ഒരു ലെൻസിൽ നോക്കിയിട്ട് അതിൻ്റെ ഇൻക്ലൂഷൻ എന്താണ് അത് കാണും. അത് കാണുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഈ ആംഫോറാവിൻ്റെ അകത്തുള്ള ഈ വൾക്കാനിക് മിനറൽ കാണാം. അത് ഇന്ത്യൻ പോട്ടറിയിൽ സാധാരണ കാണാറില്ല. അതുകൂടാതെ അതിൻ്റെ കളറും, പാത്രത്തിൻ്റെ കളറും ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നി ഇത് ഉറപ്പായിട്ട് ഇത് മുസ്ലിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഷാജനും ഞാനും കുറേ ഫീൽഡ് വർക്ക് അവിടെ ചെയ്തു. കൃത്യമായിട്ട് ഈ പട്ടണത്തെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നത് 2003 ഷാജൻ്റെ ആ 2 മൺപാത്ര കഷ്ണം, അത് ഉറപ്പായിട്ട് ഒരെണ്ണം റോമൻ ആംഫോറ ഹാൻഡിലായിരുന്നു. അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. പിന്നീട് PJ ചെറിയൻ്റെ നേതൃത്വത്തിലെ ഒരു എലാബറേറ്റ് എക്സ്കവേഷൻ
വന്നു. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഇറ്റ് ഇസ് എ ടീം വർക്ക് ഓഫ് സെവറൽ പീപ്പിൾ ആൻഡ് കോമ്പിനേഷൻ. റോബർട്ടോ ടാംബർ അവർ ഒരു ഡെഡിക്കേറ്റഡ് റിസർച്ചർന്ന് പറയാം, വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. അവർക്ക് ഇതിൽ നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇന്ത്യൻ സെറാമിക്സ്. സാധാരണ ഈ ക്ലാസിക്കൽ ആർക്കിയോളജിസ്റ്റ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഓൺലി റോമൻ, പക്ഷേ ഷീ വാസ് ഫോക്കസിങ് ഓൺ ദ ഇന്ത്യൻ കണക്ഷൻ. അതുകൊണ്ട് ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് പോയി അവർ ഈ ആംഫറ ഇതെല്ലാം വെസ്റ്റ് ഏഷ്യൻ പോട്ടറി ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഇൻപുട്ടും തീരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പട്ടണത്തിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് ഈ പട്ടണം റീഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി 2003 അങ്ങനെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിന്റെ കാലമാണല്ലോ. അപ്പോൾ പുരാവസ്തു ഗവേഷണത്തിൽ നമ്മൾ പല സബ്ജക്റ്റിൻ്റെയും ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അപ്പം എന്നാൽ തന്നെയും ഈ ആന്ത്രോപോളജി, ഹിസ്റ്ററി ആ സബ്ജക്റ്റുകളൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പം എങ്ങനെയാണ് ഈ ഹിസ്റ്ററി, ആന്ത്രോപോളജി, ആർക്കിയോളജി അതിൻ്റെ ഒരു റിലേഷൻ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഒരു മെത്തഡോളജി അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ശരിക്കും നമുക്ക് ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ഇല്ല, യൂണിവേഴ്സിറ്റി ആയാലും ശരി സ്കൂളിനാലും ശരി, ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഫോർ ഹിസ്റ്ററി. ഒന്ന് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുക, വസ്തുക്കൾ, പുരാവസ്തു. രണ്ടാമത്തേത് റിട്ടൺ റെക്കോർഡ്. അതിനും കടന്ന് നമുക്ക് പോകണം. കാരണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഹിസ്റ്ററി നമ്മുടെ ഒരു ബോഡിയാണ്, അവർ ഓൺ ബോഡി. കാരണം നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഉള്ള ഈ സ്ട്രക്ചർ തന്നെ ഒരു എവിഡൻസ് ആണ്. അതുപോലെ നമ്മുടെ ബോഡീൻ്റെ അകത്തുള്ള ജെനറ്റിക്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡായിട്ട് മാറി. കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹ്യൂമൻ ലീനിയേജ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ചില കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും ഇതൊരു നല്ല ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു അറിവിൽ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി അല്ലാത്ത അനിമൽസ്, ഡോഗ്, കാറ്റിൽ, ഇതെല്ലാം സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയാണ്. നമുക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഇല്ല. കാരണം ഇതെല്ലാം പറയുന്നത് എക്കോ ഫാക്റ്റാണ്. ഇതാണ് ആദ്യം ഉണ്ടായത്, എക്കോ ഫാക്ട്. ഹ്യൂമൻ ബോഡി ആയെങ്കിലും അനിമൽ ബോഡി ഇതെല്ലാം. അടുത്തതായിട്ട് വരുന്നത് ഈ മെറ്റീരിയൽ കൾച്ചർ. ഹ്യൂമൻ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഈ മെറ്റീരിയൽ കൾച്ചർ, അതായത് നാച്ചുറലായിട്ട് ഉള്ള പ്രകൃതിയിലുള്ള ഈ ക്ലേ കല്ലുകൊണ്ട് ഇവർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൾച്ചർ. അത് രണ്ടാമത്തെ സോഴ്സാണ്. അതാണ് നമുക്ക് ഈ ലിത്തിക്സ്, സെറാമിക്സ് എന്ന് പറയുന്ന സോഴ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോബബ്ലി അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്ന ശിലായുഗത്തിൻ്റെ എൻഡിലാണ് ഇത് വരുന്നത്. ലാംഗ്വേജ് അപ്പർ പാലിയോലിത്തിക് പീരീഡിലാണ് നമുക്ക് ഈ ചിത്രങ്ങൾ, ഗുഹചിത്രങ്ങൾ അതെല്ലാം വരുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു കോഗ്നേറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കിൽ, ഒരു ഇൻ്റലക്ച്വൽ സ്കിൽ ഡെവലപ്പായി വരുന്ന ഒരു പീരിയഡാണ് അപ്പർ പാലിയോലിത്തിക്. ഏകദേശം ഒരു 50 to 60,000 years ago. പ്രോബബ്ലി ലാംഗ്വേജ്, നമ്മുടെ മൊഴി, ഭാഷ ആ പീരീഡിലാണ് ഡെവലപ്പായി വന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ ലാംഗ്വേജ്, മൊഴി, ഭാഷ അതാണ് മൂന്നാമത്തെ സോഴ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്ക്രിപ്റ്റ് കംസ് പ്രോബബ്ലി അറൗണ്ട് 6,000 years ago or 5,000 years ago. നമുക്ക് ഈ മെസൊപ്പൊട്ടോമിയ ഈ ഭാഗത്തെല്ലാം ഈജിപ്ഷ്യൻ, അത് 3000 BC, ദാറ്റ് ഇസ് എ മാക്സിമം ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് ഇന്ത്യ ആണെങ്കിൽ 600 BC or 300 BCയിലാണ് സ്ക്രിപ്റ്റ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് സ്ക്രിപ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സായിട്ട് വരുന്നത്. ഇത് മൂന്നാമത്തെ സോഴ്സാണ്. നാലാമത്തെ സോഴ്സ് ലിവിങ് ട്രഡീഷനാണ്. ഇപ്പോൾ ലിവിങ് ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രോപോളജിയാണ്. അപ്പം നമുക്ക് ഈ മെറ്റീരിയൽ കൾച്ചർ ഡെഡാണ്, അതൊരു സ്റ്റാറ്റിക്സ് എന്ന് പറയും. ഇപ്പം ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് കൾച്ചർ. നമുക്ക് ഹണ്ടിങ് എങ്ങനെ ചെയ്യാൻ കഴിയും, പിന്നെ അതുപോലെ ഒരു വഞ്ചി എങ്ങനെ ചെയ്യാൻ കഴിയും, അതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ടെക്നോളജി എല്ലാം ഇന്നും ഈ വോഡായിമാർ അവരുടെ കയ്യിലാണ്, ഒരു ലിവിങ് ട്രഡീഷനായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഹണ്ടിങ്, ഗദറിങ്, പാസ്റ്റോറലിസം, അതുപോലെ ഇതെല്ലാം കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഇതിൻ്റെ നോളജ് ഉണ്ട്.
അതുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു ചരിത്രത്തെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ കൾച്ചർ പ്രധാനമാണ്. അതുപോലെ ഓർഗാനിക് ബയോ ആർക്കിയോളജി എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി, അനിമൽ ബോഡി, അതുകൂടാതെ ലാംഗ്വേജ്, ഭാഷയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതുകൂടാതെ നമുക്ക് റിട്ടൺ ഡോക്യുമെൻറ്റ്, അതുകൂടാതെ ലിവിങ് ട്രഡീഷൻ, അതായത് ആന്ത്രപ്പോളജി. അങ്ങനെയാണ് ശരിക്കും ഞാൻ പറയുന്നത് ആർക്കിയോ ആന്ത്രപ്പോളജി. അങ്ങനെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഇതിനെ നോക്കണം. അതില്ല, കാരണം ഈ യൂണിവേഴ്സിറ്റി സിലബസ് എല്ലാം അത് ഇറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റിങ്, ഇറ്റ് ഈസ് ലൈക്ക് ഫ്രാഗ്മെൻറ്റേഷൻ. അവർ ഒരു സബ്ജക്റ്റ് പാസ്റ്റ് ഒന്നാണ്, പക്ഷെ പാസ്റ്റിനെ നമുക്ക് പല ഡിസിപ്ലിനിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ ഒരു ഡിസിപ്ലിനാണ്, ഫോക്ലോർ ഒരു ഡിസിപ്ലിനാണ്, ആന്ത്രപ്പോളജി ഒരു ഡിസിപ്ലിനാണ്, ഹിസ്റ്ററി, ഇതെല്ലാം വേറെ വേറെ ഡിസിപ്ലിനായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ഇതിനെ കടന്ന് ഒരു ഡിസിപ്ലിനറി ബൗണ്ടറി കടന്ന് നമുക്ക് പോകണം. അങ്ങനെ കടന്ന് ഒരു ഡിസിപ്ലിനായിട്ട് കാണണം. അത്രത്തോളം ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം യൂണിവേഴ്സിറ്റി പ്രോബ്ലം സ്റ്റാർട്ട്സ് വിത്ത് ദ യൂണിവേഴ്സിറ്റി സിലബി. അത് ഇറ്റ് ഹാസ് ഫ്രാഗ്മെൻറ്റഡ്. നമുക്ക് ഈ മെത്തഡോളജീനെ അതിനെ കൊണ്ടുപോകണം. ലിവിങ് കൾച്ചറൽ ട്രഡീഷൻ നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആന്ത്രപ്പോളജി, ആർക്കിയോളജി, ഹിസ്റ്ററി, ഫോക്ലോർ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് ഒരു മെത്തഡോളജി ഉണ്ടാക്കേണ്ടത്. അതുകൂടാതെ ഇതിൽ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രശ്നമുണ്ട്. ആർക്കിയോളജി കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് ഇല്ല. ഇന്നൊരു കുറേ ടീച്ചേഴ്സ്ക്ക് ഞാൻ ഇത് ആർക്കിയോളജി കുറിച്ച് പഠിപ്പിച്ചു ഇന്ന് രാവിലെ. അവർ പറയുന്നത് ആർക്കിയോളജി കുറിച്ച് കോളേജസിലെ അതിനെക്കുറിച്ച് അധികം പഠിക്കാറില്ല, അതുപോലെ അതിനെ പഠിക്കുന്ന ടീച്ചേഴ്സ് ഇല്ല. ഇതേ സിറ്റുവേഷൻ തമിഴ്നാട്ടിലും തന്നെയാണ്. നമുക്ക് ഈ ഹിസ്റ്ററി വേറെ, ആർക്കിയോളജി വേറെ, അങ്ങനെ ഒരു രണ്ട് തരത്തിലെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി നമുക്ക് ആർക്കിയോളജിക്കാർ കോളേജിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ ബൗണ്ടറീസ് നമുക്ക് കിടക്കണം. അപ്പോൾ ആർക്കിയോളജിയും ഹിസ്റ്ററിയും ഈക്വലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയണം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു ഇൻ്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒരു ലീഗൽ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലും ഹിസ്റ്ററി ആർക്കിയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കിയോളജി വേറെയാണ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് വരാൻ കഴിയില്ല. അപ്പം ആ സിറ്റുവേഷൻ നമുക്ക് ഒന്ന് മാറ്റണം. ഇതൊരു തീരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇവിടുത്തെ കുട്ടികളെല്ലാം അമേരിക്കൻ ഹിസ്റ്ററി പഠിക്കും, പിന്നെ ലോക്കൽ ആർക്കിയോളജി, ലോക്കൽ ഹിസ്റ്ററി പഠിക്കില്ല. അതൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് ഇതിന് ഉറപ്പായിട്ട് ഇത് മാറ്റിയെടുക്കണം. അതിന് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ ഉണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് ആർക്കിയോളജീനെ ഈ കോളേജ് ലെവലിലും സ്കൂൾ ലെവലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ഡിഫറൻസ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഒരു മാറ്റിയെടുക്കണം. ബൗണ്ടറിനെ നമുക്ക് ഒരു കടക്കണം. അതിനെ ഒരു ബ്ലർ ചെയ്യണം. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമയത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആർക്കിയോളജിയുടെ ഒരു പ്രസക്തി എന്താണ് ഈ കാലഘട്ടത്തിൽ? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസോ അല്ലെങ്കിൽ ആർക്കിയോളജി പ്രൊഡ്യൂസ് ചെയ്യുന്ന നോളജിന്റെ പ്രസക്തി എന്താണ് ഈ ഒരു ടൈം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കാരണം ആർക്കിയോളജിയിലെ ഓരോരോ ദിവസവും അഡീഷണലായിട്ട് ഡേറ്റ വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. നമുക്ക് തന്നെ ഇതിനെ ഒരു അനാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു മെറ്റാഡേറ്റ അനാലിസിസ്, അതിനെ ഒരു ടൂൾ വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു നല്ല ടൂളാണ്. കാരണം ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഹ്യൂമൻ കപ്പാസിറ്റി. നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ സ്റ്റോൺ ടൂൾസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആഫ്രിക്കൻ ഹാൻഡ് ആക്സും ഇന്ത്യൻ ഹാൻഡ് ആക്സും യൂറോപ്യൻ ഹാൻഡ് ആക്സും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ആർക്കിയോളജിസ്റ്റ്, 3D ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. കാരണം നമുക്കൊരു കപ്പാസിറ്റി ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എത്താൻ പറ്റും. പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് എത്താൻ പറ്റും.
ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ആർക്കിയോളജിയുടെ ഉപയോഗം ഇന്ത്യൻ റിസർച്ചിൽ ആർക്കിയോളജിക്കൽ റിസർച്ചിൽ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്? ഇന്ത്യൻ ആർക്കിയോളജി ഡിജിറ്റൽ ആർക്കിയോളജി കുറവാണ്. പക്ഷെ ചില സ്ഥലത്ത് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന് ഒരു 3D ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു ടൂറിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ആർക്കിയോളജിക്കൽ അനാലിസിസ്, മെറ്റീരിയൽ കൾച്ചറൽ അനാലിസിസിൽ നമുക്ക് ഡിജിറ്റൽ ആർക്കിയോളജി 3D ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് തന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ലൈൻ ഡ്രോയിങ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കൊണ്ടുവരും. അതാണ് ഒരു കൺവെൻഷണൽ മെത്തേഡ്. ഡിജിറ്റൽ ആർക്കിയോളജിയിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ കഴിയും. കമ്പാരിസൺ ഈസി ആകും. കാരണം ഈ 3D ഇമേജസ് ഉള്ളത് കൊണ്ട് നമുക്ക് വോള്യൂം ഓഫ് ഡേറ്റ ഇപ്പോൾ ഒരു 10,000 ഹാൻഡ് ടാഗ്സിനെ നമുക്ക് പെട്ടെന്ന് കമ്പാരിസൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സെറാമിക് ടൈപ്പോളജി, ആർക്കിയോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ സെറാമിക് ടൈപ്പോളജിയാണ്. സെറാമിക് ടൈപ്പോളജി കൊണ്ട് നമുക്ക് ഇന്ത്യ മുഴുവൻ ഉള്ള ഈ സെറാമിക്സ് എല്ലാം നമുക്ക് കൾച്ചറായിട്ടും പീരിയഡായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ഒരു കാറ്റഗറിയാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ സെറാമിക്സ് നമുക്ക് ചാൽക്കൊളിത്തിക് കോണ്ടെക്സ്റ്റിലുണ്ട്, ഗംഗാ വാലിയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഗുജറാത്തിലുണ്ട്, സൗത്തിലുണ്ട്. നമുക്ക് ഈ എല്ലാ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ഷർട്ട് ടൈപ്സ് ചിലപ്പോൾ ഒരു 1 lakh or 2 lakh ടൈപ്പോളജി ഉണ്ടാകും. അതിനെ നമുക്ക് ഡിജിറ്റലായിട്ട് മാനുവലായിട്ട് അനലൈസിസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നമുക്ക് അനലൈസിസ് ചെയ്യാൻ കഴിയും. അതുപോലത്തെ ബീഡ്സ് ഒരുപാട് നമുക്ക് പട്ടണത്തിൽ കിട്ടിയ ഈ സാധനങ്ങൾ മറ്റു സ്ഥലത്തോ കമ്പയർ ചെയ്യണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉറപ്പായിട്ട് നമുക്ക് ഒരു സഹായം ചെയ്യും. അതിനെ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും അവിടെയും നമുക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ബയലേറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. നമുക്ക് ഹാൻഡ് ടാഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു സിമെട്രിക്കൽ ഫോമിൽ ഉണ്ടാകും. അപ്പം അതിലും ഹ്യൂമൻ ഇൻ്റലിജൻസ് കോഗ്നേഷൻ അത് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാണുന്നത്. പട്ടണം എന്ന് പറയുന്ന ഒരു എക്സ്കവേഷന് ശേഷമാണ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കുറച്ചെങ്കിലും കേരളത്തിലൊന്ന് ഫെമിലിയർ ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പട്ടണം ഒരു പ്രദേശം ഇത്ര റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് കണ്ടുപിടിക്കുന്ന അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സാർ നേരത്തെ പറഞ്ഞു. പക്ഷെ ഒന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ പട്ടണം എക്സ്കവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ആർക്കിയോളജി അല്ലത്ത് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് സോഴ്സാണ്. ആദ്യം പറഞ്ഞിരുന്നു ഈ മെറ്റീരിയൽ കൾച്ചർ. സാധാരണ എല്ലാ ചരിത്രകാരന്മാരും ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് ഈ രണ്ടാണ്. ഒന്ന് ഇക്കോ ഫാക്ട്, ഹ്യൂമൻ ബോഡി, അനിമൽ ബോഡി, അതൊരു മെറ്റീരിയലാണ്, അതൊരു വസ്തുവാണ്. അടുത്തതായിട്ട് ഈ മെറ്റീരിയൽ കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ. നമുക്ക് അധികം ഫോക്കസ് ചെയ്യുന്നത് ഈ റിട്ടൺ ടെക്സ്റ്റിലാണ്, റിട്ടൺ ടെക്സ്റ്റ് ലാംഗ്വേജിലാണ്. ഇപ്പം ഇത് നമുക്ക് ഈ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ ആർക്കിയോളജി അതൊരു മെറ്റീരിയൽ റെക്കോർഡാണ്. ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയും. അതൊരു പുസ്തകം പോലെയാണ്. കാരണം സാധാരണ പുസ്തകം ചെറുതായിട്ട് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാം. ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു വലിയ ഒരു പുസ്തകമാണ്. അത് മണ്ണിൻ്റെ ഈ ലേയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ചില സമയത്ത് 1 കിലോമീറ്റർ നീളം, ഒരു 1/2 കിലോമീറ്റർ അകലം, 3, 4, 5 മീറ്റർ, ചില സ്ഥലത്ത് 30 അടി, 10 മീറ്റർ ഘനമുള്ള ഒരു വലിയ ഒരു പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകം നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് താഴെ ഉള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് മനസ്സിലായ കിടന്നത്. പട്ടണവും അങ്ങനെ തന്നെയാണ്. പട്ടണവും അതുപോലെ ഒരു വലിയ ഒരു പുസ്തകമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ബോധ്യത ആരുടെ കയ്യിലും ഇല്ല. സാധാരണ ആർക്കിയോളജിയെക്കുറിച്ച് നമുക്കൊരു എത്തേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്ഥലം എത്തുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റൈറ്റ് പ്ലേസ്. പട്ടണത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ. റൈറ്റ്, യു ഹിറ്റ്സ് എ ബുൾസ്, ഇംഗ്ലീഷിൽ പറയും ഹിറ്റ്സ് എ ബുൾസ് ഐ. അതുപോലെ തന്നെയാണ് അമർനാഥ് രാമകൃഷ്ണ കിഴടിയിൽ
അവർ ട്രെഞ്ച് ഇട്ട സ്ഥലമാണ് അതിനെ ഒരു വലിയതൊരു അർബൻ സിവിലൈസേഷനായിട്ട് ഒരു പോപ്പുലർ പെർസെപ്ഷനിൽ മാറ്റി. അതുപോലെ തന്നെയാണ് പട്ടണം. നമുക്ക് സൈറ്റ് സെലക്ഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് എക്സ്പ്ലോറേഷൻ നടന്ന് കിടന്ന് ചില സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് അക്യുമുലേഷൻ ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ കിട്ടും. അതാണ് പട്ടണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കേരളത്തിലെ സ്ലോപ്പ് വളരെ സ്റ്റീപ്പാണ്. കാരണം കേരളത്തിൻ്റെ റെയിൻഫോളും ഭയങ്കര അധികമാണ്. അടുത്തതായിട്ട് കേരളത്തിൽ വന്ന വെള്ളപ്പൊക്കം ഇതെല്ലാം നമുക്ക് അറിയാം, എങ്ങനെയായിട്ട് ഈ ലാൻഡ് സ്ലൈഡ് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ കേരളത്തിൻ്റെ ആർക്കിയോളജിക്കൽ റെക്കോർഡ് മിക്കവാറും അങ്ങനെ ഫോർമേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൂടാതെ ലാൻഡ്സ്കേപ്പ് മോഡിഫിക്കേഷൻ ഒരുപാട് കേരളത്തിലുണ്ട്, ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലത്തെ ചില സ്ഥലത്താണ് നമുക്ക് ഈ സോയിൽ മൗണ്ടെന്ന് പറയുന്ന മേട് കിട്ടുന്നത്. പട്ടണം അങ്ങനെ തരമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ആ പേരിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു, ആരും അത് നോക്കിയിട്ടില്ല. ഇവിടെയാണ് നമുക്ക് ഇൻ്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് വേണ്ടത്. കാരണം ചലനമ ചരിത്രം എന്ന് പറയുന്നത് ഒരു അപ്രോച്ചാണ്. അതും ആർക്കിയോളജിയും ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഇതിനെ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പട്ടണം സ്ഥലത്ത് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ പോയിട്ട് നമുക്ക് സർവേ ചെയ്ത് അതിന് അവിടുത്തെ മൺപാത്രത്തും കഷ്ണത്ത് മറ്റു സാധനങ്ങൾ കണ്ടെടുത്ത് അവിടെ കുടിച്ചു കഴിഞ്ഞാലേ നമുക്കിത് ഉറപ്പായിട്ട് ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ കഴിയും. പട്ടണം ഈസ് ഈക്വൽ ടു എ മൗണ്ട്, ഏൻഷ്യൻറ്റ് അർബൻ സെൻറ്റർ ഓർ പോർട്ടിന്. അതുപോലെ തന്നെ പട്ടണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് ഇവിടെ ഈ ആർട്ടിഫാക്ട്സ്, മെറ്റീരിയൽ കൾച്ചർ ഇസ് പവർഫുൾ എന്ന് പറയാം. മാറ്റർ എന്ന് പറഞ്ഞാൽ, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സെയിം ആസ് അർത്ഥശാസ്ത്രം. ഇറ്റ് ഈസ് ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് വെൽത്ത്. അതുപോലെ തന്നെ പട്ടണത്തിലും നമുക്ക് ഒരുപാട് മെറ്റീരിയൽ കൾച്ചർ ഡൈവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. അനുജൻ അച്ഛൻ കൊടുങ്ങല്ലൂരിലെ അവർ അത് തന്നെ മുസ്രീസിന് വിചാരിച്ചിട്ട് കുറേ എക്സ്കവേഷൻ ചെയ്തു. പക്ഷേ ആ മെറ്റീരിയൽ കൾച്ചർ അവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് പട്ടണത്തിൻ്റെ മെറ്റീരിയൽ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പറയാം, ഇറ്റ് വാസ് എൻ ടൗൺ വിത്ത് lot of connection with Rome. Material culture speaks. We are not speaking. In the case of archaeology, in the case of text, the script speaks. But in the case of archaeology, material culture, vastuvaanu ividuthe main hero. The material culture speaks. അതുകൊണ്ടാണ് പട്ടണം ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് മാറി കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അവിടെ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാ? മെറ്റീരിയൽ കൾച്ചർ അവിടെ നമുക്ക് പലതരപ്പെട്ട വസ്തുക്കളുണ്ട്. ഒന്ന് ബിൽഡിംഗ് സ്ട്രക്ചർ, വാർഫിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബോട്ടിൻ്റെ ഒരു വഞ്ചിയുടെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. വെയർ ഹൗസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. റിംഗ് വെൽ എന്ന് പറയുന്ന മണിക്കിണർ പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഫീച്ചേഴ്സ് എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ഒരുപാട് മൺപാത്ര കഷ്ണം, ലോക്കൽ പോട്ടറി കിട്ടിയിട്ടുണ്ട്. പുറമേ ഇരുന്ന് വന്ന ആംഫറ, ടർപ്പിഡോ ജാർ, വെസ്റ്റ് ഏഷ്യൻ ജാർ അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ റോമൻ ഓബ്ജക്ട്സ് എന്ന് പറയുന്ന ടെറാസ് ജിലേറ്റ അത് കിട്ടിയിട്ടുണ്ട്. റോമൻ ആംഫറ കിട്ടിയിട്ടുണ്ട്. അതുപോലെ റോമൻ മാത്രം ഇല്ലാത്ത യൂറോപ്പ് വെസ്റ്റ് ഏഷ്യ അവിടുത്തെ ഉള്ള മൺപാത്രത്തിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വന്ന മൺപാത്രങ്ങൾ. അതുകൂടാതെ ബീഡ്സ്, വർക്ക്ഷോപ്പ്, അതുപോലെ മെറ്റൽ, ഗോൾഡ് ഓബ്ജക്റ്റ്, കോപ്പർ, ടിൻ, ഇതുപോലെ ഒരു വലിയതൊരു ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പട്ടണം വാസ് എ ബിസിനസ് സെൻറ്റർ എന്ന് പറയാം. ഒരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സെൻറ്റർ, ഒരു മാർക്കറ്റ്, അതുപോലെ ഒരു പോർട്ട്, ഇങ്ങനെ മൾട്ടി ഫങ്ഷണൽ ടൗൺ ആയിരുന്നു. അവിടെ നമുക്ക് ഒരു വലിയതൊരു അർബൻ സെൻറ്ററിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ലോക്കൽ എവിഡൻസ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഒരു ഇന്ത്യൻ ഓഷൻ, നമുക്ക് ഈ എർലി ഹിസ്റ്റോറിക് പീരീഡിലാണ് ഇങ്ങനെ ഒരു പ്രോസസ് അല്ലെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓൾ ഓവർ ദ ഇന്ത്യൻ ഓഷൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പട്ടണം.
അതുകൊണ്ട് പട്ടണത്തിനെ നമുക്ക് ഒരു ലോക്കൽ ഹിസ്റ്ററി വിത്ത് ഗ്ലോബൽ കണക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലോബൽ സിറ്റി വിത്ത് ലോക്കൽ കണക്ഷൻ. ഇത് രണ്ട് രീതിയിലും നമുക്ക് കാണാം. അതുകൊണ്ട് പട്ടണം ഒരു ലോക്കൽ പ്രോഡക്റ്റ് അല്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇടുക്കി ഭാഗത്തിരുന്ന് വന്ന ഈ പെപ്പറെല്ലാം വന്നത് ഇവിടെയാണ്. അതുകൊണ്ട് പട്ടണത്തിൽ നമുക്ക് ലോക്കൽ കമ്പോണൻറ്റും സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ ഓവർസീസ് കോണ്ടാക്ട്സ്, അതായത് ബർമ, ബംഗാൾ, തമിഴ്നാട് കോസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ ആഫ്രിക്ക, നമുക്ക് എല്ലാ 360 ഡിഗ്രി കണക്ഷൻ എന്ന് പറയാം. എല്ലാ ഡയറക്ഷനിലിരുന്നും ഉള്ള ആൾക്കാരും ബിസിനസ്മെന്നും ഷിപ്പിലും ലാൻഡ് ത്രൂ ലാൻഡും ഇവിടെ വന്ന് അവർ മീറ്റ് ചെയ്തു. അങ്ങനെ തരമുള്ള ഒരു കമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു പട്ടണം. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പ്രോട്ടോ ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. അങ്ങനെയാണ് യൂറോപ്യൻ സ്കോളേഴ്സ് പറയുന്നുണ്ട്. ദ ഏർലി ഹിസ്റ്റോറിക് ഇന്ത്യൻ ഓഷ്യൻ ഇൻറ്ററാക്ഷൻ അവർ പറയുന്നത് പ്രോട്ടോ ഗ്ലോബലൈസേഷൻ. ഇന്നാണ് നമ്മളുടെ ഒരു സൊസൈറ്റി ഈ ഗ്ലോബലൈസേഷൻ്റെ അകത്ത് വരുന്നത് ഒരു 20-30 ഇയേഴ്സ് ആയിട്ട്. അതിനു മുൻപ് ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രോട്ടോ ഗ്ലോബലൈസേഷനാണ് ഈ പീരിയഡ്, അബൌട്ട് 2000 ഇയേഴ്സ് അഗോ, 2000 കൊല്ലം മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രോട്ടോ ഗ്ലോബലൈസേഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതിൻ്റെ ഒരു നോഡൽ പോയിന്റ് എന്ന് പറയാം. അതാണ് പട്ടണം എന്ന് പറയുന്നത്. മുസ്രീസിൻ്റെ അടുത്തുള്ള അതൊരു ഇഷ്യൂ അല്ല. പട്ടണം എന്ന് പറയുന്ന അതൊരു മുസ്രീസ് ലാൻഡ്സ്കേപ്പിന് നമുക്ക് പറയാം. പട്ടണം അതിൻ്റെ അകത്തുള്ള ഒരു പോയിന്റാണ്. അതുകൂടാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ലോക്കൽ ആൾക്കാരുടെ സെറ്റിൽമെൻറ്റ്സും മറ്റേ പൊളിറ്റിക്കൽ ചേരന്മാരുടെ സെറ്റിൽമെൻറ്റ്സും എവിടെയോ കാണണം. അത് നമുക്ക് കണ്ടെത്തണം. ഇതുവരെ ആരും അവിടെ കണ്ടെത്തിയിട്ടില്ല. കാരണം അതിൻ്റെ വിസിബിലിറ്റിയാണ്. കാരണം അതൊരു ഹൈലി ഇൻ ദ ഫ്ലഡ് പ്ലെയിനിലുണ്ട്. പെരിയാർ വാലിയുടെ ഫ്ലഡ് അടുത്തതായിട്ട് നമുക്ക് അറിയാം എങ്ങനെയാണ് വെള്ളപ്പൊക്കം, പെരിയാറിൻ്റെ വെള്ളപ്പൊക്കം എത്ര പവർഫുള്ളായിട്ട് വന്നതെന്ന്. അതുപോലെ തന്നെ പണ്ടത്തെ ഈ വെള്ളപ്പൊക്കം, എറോഷൻ എല്ലാം മറ്റേ എല്ലാ എവിഡൻസിയും മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ സൈറ്റ് മാത്രമാണ് അവിടെ പ്രിസർവ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സൈറ്റ് എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് സൈറ്റ് എന്ന് പറയാം. അതുപോലെ നമ്മളിപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് പറയുമ്പം ഇപ്പോൾ റോമൻ പോട്ടറി പറയുന്നുണ്ട്, വെസ്റ്റ് ഏഷ്യൻ പോട്ടറി പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ പോട്ടറി പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ ഒരു വ്യത്യാസം കണ്ടുപിടിക്കുന്നത്? ലോക്കൽ പോട്ടറിയിൽ നിന്നും ഇപ്പോൾ ഫോറിൻ പോട്ടറിയും അത് വേർതിരിച്ചറിയുന്നതിന് എന്തെങ്കിലും മെത്തഡോളജി? അതൊരു സിമ്പിൾ നമുക്കൊരു ഒബ്സർവേഷനാണ്. നമ്മുടെ തമ്മിൽ നമുക്ക് ചില ചൈനക്കാരും പിന്നെ ആഫ്രിക്ക ആൾക്കാരും യൂറോപ്യനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും ഇത്ര ജീൻസിൻ്റെ മിക്സും ഉണ്ട്, നിയാൻഡർതാൽ ജീൻസ് അതുപോലെ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് അപ്പിയറൻസ് കൊണ്ട് തന്നെ നമുക്ക് ചില കൺക്ലൂഷൻ കണ്ടെത്താൻ കഴിയും. നമുക്ക് ഈ കളർ, അതിൻ്റെ ഇൻക്ലൂഷൻ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ചില മൺപാത്ര കഷ്ണങ്ങളെ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഫസ്റ്റ് ലെവൽ സോർട്ടിങ് ഔട്ട്. നമുക്ക് അതിൻ്റെ സർഫേസ് ഫീച്ചേഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ടൈപ്പോളജി വെച്ചുകൊണ്ടും ഫാബ്രിക്, സർഫേസ് കളർ വെച്ചുകൊണ്ടും നമുക്ക് ഈ മൺപാത്ര കഷ്ണങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഇത് ലോക്കൽ പോട്ടറി, ഇത് നോൺ ലോക്കൽ, അത് ഫസ്റ്റ് ലെവലാണ്. രണ്ടാമത്തെ ലെവലിൽ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് അനാലിസിസ്, XRD, തിൻ സെക്ഷൻ, അത് കൊണ്ട് നമുക്ക് അതിൻ്റെ മിനറൽ പ്രോപ്പർട്ടീസ് മറ്റേ സ്ഥലത്തോടുള്ള ക്ലേയോട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയും. ഇതൊരു സിമ്പിൾ മെത്തഡോളജിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ പട്ടണം എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് മുസ്രിസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചറിനെ മാത്രമാണോ അതോ ഇനി ലിറ്ററേച്ചറിനെ നമ്മൾ ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? അതിന് മൾട്ടിപ്പിൾ സോഴ്സസ് നമുക്കുണ്ട്. കാരണം നമുക്ക് ഒരു സൈറ്റിനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു സൈറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു സൈറ്റിനെ നമുക്ക് അർബൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് റൂറൽ എന്താണ് മനസ്സിലാക്കണം. അർബൻ ആൻഡ് റൂറൽ രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്. നമുക്ക് ഡേയെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നൈറ്റിൻ്റെ ഡെഫിനേഷൻ വേണം. സോ അതുപോലെ തന്നെ നമുക്ക് പട്ടണത്തിൻ്റെ ഒരു സൈസ്, ഡൈമെൻഷൻ, അതുപോലത്തെ മറ്റേ സ്ഥലത്തിൻ്റെ മറ്റേ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ നമുക്കൊരു ഡൈമെൻഷൻ, അവിടുത്തെ കിട്ടുന്ന സാധനം. കാരണം പട്ടണത്തിൽ നമുക്ക്
1000 മുകളിൽ ആംഫറ ഷർട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇന്റർലാൻഡ് സൈറ്റിൽ ഒരിക്കലും ഒരെണ്ണം കൂടെ കിട്ടിയിട്ടില്ല. ചില സ്ഥലത്ത് 2-3 കിട്ടും. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ദ ഫോറിൻ മെറ്റീരിയൽ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടണത്ത് അറ്റ്ലീസ്റ്റ് 5% ഫോറിൻ മെറ്റീരിയൽ ഉണ്ടാവും. മറ്റേ സ്ഥലത്ത് ഒരു ഷേർഡ് കൂടെ കിട്ടില്ല. അതുകൂടാതെ നമുക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇറ്റ് ഈസ് ലൈങ് ഇൻ ദ പെരിയാർ വാലി. ഗ്രീക്ക് ലിറ്ററേച്ചറും മറ്റ് ലോക്കൽ തമിഴ് സംഘം സാഹിത്യവും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദർ നിയർ ദ റിവർ പെരിയാർ. അതുപോലെ നമുക്ക് ഈ റെഫറൻസും അടുത്തതായിട്ട് ആ പ്രദേശത്ത് കിട്ടുന്ന പിற സാധനങ്ങൾ, വസ്തുക്കൾ, അതായത് ഏൺ ബെറിയൽസ്, മെഗലിത്തിക് മോണ്യുമെൻറ്റ്സ്, അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇറ്റ് കുഡ് ബി പാർട്ട് ഓഫ് മുസിരീസ്. അതുപോലെ ഈ ജിയോമോർഫോളജിക്കൽ സ്റ്റഡി, ആ ഡേറ്റ എങ്ങനെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഈ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റിലേക്ക് പോകാൻ? അത് ഉപയോഗിക്കുന്നില്ല അധികം. പക്ഷെ ചിലർ, അതുപോലെ നാരായണമൂർത്തി, KP ഷാജൻ, അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇന്ന് ഓടുന്ന ഈ പറവൂർ തോടാണ് പണ്ടത്തെ പെരിയാറായിരുന്നു. പക്ഷേ ജിയോമോർഫോളജി, എർത്ത് സയൻസ് എന്ന് പറഞ്ഞാലും അതിലും ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അതിൽ നമുക്ക് അധികം സഹായം കിട്ടുന്നില്ല. അപ്പോൾ അതിൽ ഫോക്കസ്ഡ് ജിയോ ആർക്കിയോളജിക്കൽ റിസർച്ച് അവിടെ ചെയ്തിട്ടില്ല. അതുകൂടാതെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഈ സെഡിമെന്റ് ഫോർമേഷൻ തന്നെ അതിൽ ഒരുപാട് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ലോജിക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം ഒത്തിരി ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ പട്ടണം എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ ഉത്ഖനനത്തിന് ശേഷം പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഫൈൻഡിങ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയ കണ്ടെത്തലുകൾ എങ്ങനെയാണ് ലോക്കലായിട്ടുള്ളതും അതുപോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഇതിനെങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഈ ഒരു പട്ടണം എന്ന് പറയുന്ന സൈറ്റിൻ്റെ പട്ടണത്തിന് മുൻപുള്ള ഒരു പെർസ്പെക്റ്റീവ് അരിക്കമേഡ് സെൻട്രിക് ആയി ഉണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം ഒരുപാട് സൈറ്റ്സ് ഉണ്ടെങ്കിലും ആരും ഇതിനെ പ്രോപ്പറായിട്ട് എക്സ്കവേറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും വെസ്റ്റേൺ സ്കോളേഴ്സ് എല്ലാം നോക്കുന്നത് ഈ അരിക്കമേഡ് മാത്രമായിരുന്നു. കാരണം അന്ന് അരിക്കമേഡിലാണ് കൂടുതൽ റിസർച്ച് ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇറ്റ് വാസ് ഡൺ ബൈ 2 യൂറോപ്യൻസ്. ഒന്ന് കസാൽ ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റ്, രണ്ടാമത്തത് നമ്മുടെ മോർട്ടിമർ വീലർ. അതൊരു ചെറിയ സൈറ്റാണ്, വളരെ പട്ടണം പോലെ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ്. പക്ഷേ ഈ പട്ടണം നമുക്കൊരു ന്യൂ പെർസ്പെക്റ്റീവ്സ് കൊടുത്തു. കാരണം നമുക്ക് ലിറ്ററേച്ചറിൽ നോക്കിക്കഴിഞ്ഞാലും ഗ്രീക്ക് ടെക്സ്റ്റ് പറയുന്നത് പ്രൈമം എംപോറിയം, അങ്ങനെയാണ് ഫസ്റ്റ് പോർട്ട്, ഫസ്റ്റ് എംപോറിയം. അതുകൊണ്ട് പട്ടണത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ച്ഡ് അവർ ഔട്ട്ലുക്ക് എന്ന് പറയാം ഉറപ്പായിട്ട്. എലിയർ സ്കോളേഴ്സ് അതുവരെ എല്ലാം പറയും അരിക്കമേഡ് എന്ന്. ഇപ്പോൾ പട്ടണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ദർ മറ്റ് ബി മോർ സൈറ്റ്സ്, നമുക്ക് അത് കണ്ടെത്തണം. ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ മാപ്പിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടണം അരിക്കമേഡ് മാത്രമല്ല, ഒരുപാട് സൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനെ കണ്ടെത്തി കഴിഞ്ഞാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ആർക്കിയോളജി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഒരാൾ പറയുന്നത് ഐ സോ പൈത്തൻ ഹിയർ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ആ പൈത്തൻ മലപ്പാമ്പ് ആണെങ്കിൽ അത് കണ്ടെത്തണം. അതുപോലെ തന്നെ ആർക്കിയോളജിയിലും നമുക്ക് പട്ടണം പേര് മാത്രം പോരാ, നമുക്ക് ആ എവിഡൻസ് കണ്ടെത്തണം. അതുപോലെ ആർക്കിയോളജി ഈസ് കമ്പാരബിൾ ടു ക്രിമിനോളജി ഓർ ഡിറ്റക്റ്റീവ് വർക്ക്. ഇപ്പം ഇതിൽ ഈ ക്രൈം ഡിറ്റക്ഷനിൽ അവർ കണ്ടെത്തണം ഈ വിച്ച് വെപ്പൺ വാസ് യൂസ്ഡ് ഫോർ ദ മർഡർ. അത് കണ്ടെത്തി കഴിഞ്ഞാലേ നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആർക്കിയോളജിയിലും നമുക്ക് ഹാർഡ് എവിഡൻസ് വേണം. ആർക്കിയോളജിയിൽ നമുക്ക് സ്റ്റോറി പറയാൻ കഴിയില്ല, ഇൻ്റർപ്രിട്ടേഷൻ പറയാൻ, നമുക്ക് മെറ്റീരിയൽ കൾച്ചർ വിൽ സ്പീക്ക്. അതിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണം, നമുക്ക് പറയാൻ കഴിയില്ല, അത് തന്നെ പറയും. അതുപോലെ നമുക്ക് പട്ടണത്തിൽ ഏകദേശം ഒരു 10-15,000 മെറ്റീരിയൽ കൾച്ചർ ഒബ്ജക്ട്സ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മൺപാത്ര കഷ്ണമെങ്കിൽ മോർ ദാൻ 10 lakhs. അതുപോലത്തെ ഈ മെറ്റീരിയൽ കൾച്ചർ പവറാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ പട്ടണം പോലെ അല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് തിണ്ടീസ് ഉണ്ട്,
നൗറ ഉണ്ട്, അതെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഡെഫിനറ്റായിട്ട് ഇത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു മേജർ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. നമുക്കിപ്പോൾ സാർ പറഞ്ഞല്ലോ വേറെയും സൈറ്റുകളുണ്ട്, പോർട്ട് സൈറ്റ്സുകൾ തന്നെ ഉണ്ട് ഇന്ത്യൻ ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ. അപ്പോൾ കേരള കോസ്റ്റ് എടുക്കുവാണെങ്കിൽ വേറെ ഏതൊക്കെ സൈറ്റുകളാണ് നമുക്ക് ഈ സംഗം ലിറ്ററേച്ചറിൽ നിന്നൊക്കെ? കേരള കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് തൊണ്ടി എന്ന് പറയുന്ന ടിൻഡീസ് ഉണ്ട്. അതുകൂടാതെ നൗറ, അതിലൊരു ചിലർ ഇങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട്. നൗറ എന്ന് പറയുന്നത് കർണാടകത്തിലുണ്ടെന്ന് ചിലർ പറയും, ചിലർ പറയുന്നത് നോർത്ത് മലബാറിലുണ്ടെന്ന്. അടുത്തതായിട്ട് മുസറീസ്, അതുകൂടാതെ നമുക്ക് വരുന്ന നെൽക്കിണ്ട, ബെക്കാറെ ആൻഡ് ബ്ലിങ്ക എന്ന് പറയുന്ന വിഴിഞ്ഞം. ഇതുപോലെ കുറേ പോർട്സ് ഉണ്ട്. അതുകൂടാതെ ചെറിയ പോർട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. കാരണം ചിലപ്പോൾ ഈ ചെറിയ പോർട്സിൻ്റെ ഡെപ്പോസിറ്റ് ചിലപ്പോൾ മണ്ണിൻ്റെ അകത്ത് കാണും. അടുത്തതായിട്ട് കൊല്ലത്തിനടുത്ത് അവർ ഡ്രഡ്ജിങ് ചെയ്ത സമയത്താണ് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. ചൈനീസ് പോട്ടറിയും അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കേരളത്തിലെ മിക്കവാറും ഈ എവിഡൻസ് എല്ലാം അണ്ടർ ദ വാട്ടർ അല്ലെങ്കിൽ അണ്ടർ ദ ഡെപ്പോസിറ്റ് പോയിട്ടുണ്ട്. കോസ്റ്റൽ സീ ഫ്ലക്ച്വേഷൻ ഒരു പ്രോബ്ലമാണ്. കാരണം കേരളത്തിൻ്റെ റെയിൻഫാൾ കുറേ ഹൈ ആണ്, ഹൈ റെയിൻഫാൾ. അതുകൊണ്ട് നമുക്ക് കുറേ എവിഡൻസസ് ഇതിന് തീരപ്രദേശത്തുണ്ട്, സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ, ഓഷൻ്റെ താഴെ ഉണ്ടെന്ന് എൻ്റെ ഒരു ഇംപ്രഷൻ. ചിലപ്പോൾ നമുക്ക് ഡ്രഡ്ജിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ അഗർ പോലെ അണ്ടർ വാട്ടർ എക്സ്ക്വേഷൻ സാമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിഡൻസ് കിട്ടാം. ഇതിൽ വിഴിഞ്ഞത്ത് നമുക്ക് ബലിത എന്ന് പറയുന്ന സൈറ്റ് വിഴിഞ്ഞം ഓൾറെഡി എക്സ്കവേറ്റഡ് ആണ്. വിഴിഞ്ഞം എക്സ്കവേറ്റഡ് ആണ്, പക്ഷെ അധികം അവർക്ക് എവിഡൻസ് കിട്ടിയിട്ടില്ല. ചില റൂളറ്റഡ് വേറെ അതുപോലെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ സൈറ്റ്സ്, അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് സ്ഥലം അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പട്ടണത്തിൽ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ അരിക്കമേട്, അതുപോലെ കീഴടി, അതുപോലെ ഹരപ്പൻ സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈറ്റിലും നമ്മുടെ ട്രെഞ്ച് കൃത്യമായിട്ട് അതിൻ്റെ ഇതിൽ വേണം. സപ്പോസ് നമുക്ക് ഒരു സ്ഥലത്തിലെ ഒരു സെൻട്രലിൽ ഒരു റോഡുണ്ട്, റോഡിൻ്റെ 2 വശമും നമുക്ക് കുറേ ബിൽഡിങ്സ് ഉണ്ട്. നമ്മുടെ ട്രെഞ്ച് എല്ലാം ഈ 10 ട്രെഞ്ച് ഇടുന്നുണ്ട്, 10 ട്രെഞ്ചും ഈ റോട്ടിൽ മാത്രമുണ്ട്, റോട്ടിൽ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ഈ സൈറ്റിൽ ഒന്നുമില്ല, അങ്ങനെയാണ് എത്തും. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രെഞ്ച് എവിടെയാണ് ആ ട്രെഞ്ച് ഇടുന്നത്, അതിന് അനുസരിച്ചാണ് നമുക്ക് ഇത് കിട്ടും. അതുപോലെ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു അപ്രോച്ച്, അതും പ്രധാനപ്പെട്ടതാണ്. ആൾസോ ചാൻസ്. ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അവിടെ എവിഡൻസ് കിട്ടും. അതുപോലെ ഇപ്പം നമ്മൾ കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ടിൻഡിസ്, അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഈ ഭാഗമാണല്ലോ ടിൻഡിസ് ആയിട്ട് പറയുന്നത് പല സ്കോളേഴ്സും. അപ്പം അത് ടിൻഡിസിനെ എങ്ങനെയാണ് സംഗം ലിറ്ററേച്ചറിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്? സംഗം ലിറ്ററേച്ചർ തൊണ്ടി എന്ന് പറയും. സംഗം ലിറ്ററേച്ചറിൽ 2 തൊണ്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ക്ലിയർ ആയിട്ട് ഈസ്റ്റ് കോസ്റ്റിലുള്ള തൊണ്ടി എന്ന് പറയുന്നത്, മറ്റേത് അത് പൊറയൻ തൊണ്ടി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് എ ചേര ടൗൺ. അതുകൂടാതെ നമുക്ക് ഈ ഗ്രീക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പറയുന്നത് ഇറ്റ് ഈസ് എ വില്ലേജ് ബൈ പ്ലെയിൻ സൈറ്റ് എന്ന് പറയും, കോസ്റ്റൽ വില്ലേജ്. കാരണം ടിൻഡീസെക്കാട്ടിലും മുസിറിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അർബൻ സെൻറ്റർ ആയിരുന്നു. അതിനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സംഘം സാഹിത്യങ്ങളിലും മുസിറിയെക്കുറിച്ച് ഒരു ഫോറിൻ കോണ്ടാക്ട്സിൻ്റെ റെഫറൻസസ് കൂടുതലുണ്ട്. ടിൻഡീസെക്കുറിച്ച് എത്രത്തോളം ഇല്ല. ടിൻഡീസെക്കുറിച്ച് കുറേ പോയംസ് ഉണ്ട്. അത് പറയുന്നത് എല്ലാം ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, റൈസ് ഫീൽഡ്സ്, എങ്ങനെയാ നാച്ചുറൽ ഡിസ്ക്രിപ്ഷനാണ് പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. ഹൗ ദ വില്ലേജസ് അറൗണ്ട് ദ തൊണ്ടീന് അടുത്തുള്ള ഈ റൈസ് ഫീൽഡ്സെ കുറിച്ച് കുറേ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് നേച്ചർ ഓറിയൻറ്റഡ് ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഇതിൽ കാണുന്നത്. അതുപോലെ ട്രേഡിൻ്റെ കുറിച്ച് അധികമായിട്ട് ഇവിടെ ഇല്ല.
നമുക്ക് ഗ്രീക്ക് സോഴ്സാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയുന്നത്. ടെൻഡീസ് ഒരു ചെറിയതൊരു പോർട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മുസിരിസ് ആണ് നമ്മൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് സംഘം അല്ലെങ്കിൽ ഫോറിൻ സോഴ്സ് നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മുസിരിസിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് റിസോഴ്സിൻ്റെ ഇതുകൊണ്ടാണ്? കാരണം മുസിരീസിൻ്റെ ലൊക്കേഷൻ. മുസിരീസ് കുറച്ചുകൂടെ സദേൺ ഡയറക്ഷനിലുണ്ട്, തെക്ക് വശമുണ്ട്. നമുക്ക് ഈ ഗ്രീക്ക് ടെക്സ്റ്റിൽ പറയുന്നത് ഈ റെഡ് സീയിലിരുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പോയിൻ്റാണ് മുസിരീസ്, ഈ പെരിയാറിൻ്റെ ഇത്. രണ്ടാമത്തെ കാര്യം, ഈ പെരിയാർ വാലിയിലാണ് മറ്റേ ഇതുണ്ടായിരുന്നു അധികമായിട്ട് നമുക്ക് ഈ പെരിയാറിൻ്റെ ഹൈ മൗണ്ടൻ ഏരിയയിൽ പെരിയാർ വാലിയുടെ അവിടെയാണ് നമുക്ക് പെപ്പറിൻ്റെ സോഴ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് തമിഴ്നാട്ടോടും പിന്നെ മധുരൈ ആ പ്രദേശത്തിൻ്റെ കൂടെയും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ പാലക്കാട് വഴിയും മറ്റേ വെസ്റ്റ് കോസ്റ്റ് വഴിയും പല സ്ഥലത്തും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമുക്ക് ഈസ്റ്റിലിരുന്ന് വരുന്ന ഷിപ്സ് എല്ലാം ഇവിടെ മീറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരു സെൻട്രൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയാം. അതുകൊണ്ടാണ് കൊച്ചി ആയെങ്കിലും കൊടുങ്ങല്ലൂർ ആയെങ്കിലും അതിൻ്റെ ഒരു ലൊക്കേഷൻ ഈ ട്രേഡ് റൂട്ടും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് പോകുന്നവർ കാലിക്കറ്റ് വരണമെങ്കിൽ വീണ്ടും കുറേ താഴെ, അവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോകണമെങ്കിൽ വീണ്ടും താഴെ പോകണം. അതുകൊണ്ട് ഇതൊരു കൺവീനിയൻറ്റ് ലൊക്കേഷനായിരുന്നു. ഇതുപോലെ പല ഫാക്ടേഴ്സിൻ്റെ കാരണത്തിലാണ് നമുക്ക് ഈ മുസിരീസ് ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ ആകുന്നത്, അതിൻ്റെ ലൊക്കേഷൻ. അതിന് മിഡീവൽ പീരീഡിലെ കൊല്ലം ഫർദർ സൗത്ത് അവിടെ പോയി. അപ്പോൾ അതും കൊല്ലമാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ആയിരുന്നു. കാരണം നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവർ പെട്ടെന്ന് അവിടെ വന്നിട്ട് ദെൻ അവർക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോകാൻ കഴിയും. അതുകൊണ്ട് ഈ ലൊക്കേഷനാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നെന്ന് പറയാം, ജിയോഗ്രഫിക് ലൊക്കേഷൻ. അതുപോലെ തന്നെ സാർ നേരത്തെ ഹിൻഡർലാൻഡിനെ പറ്റി പറഞ്ഞു, അതായത് ഇടുക്കിയിലെ പെപ്പർ ഇങ്ങോട്ടേക്ക് വരണം. അപ്പം ഈ സംഘം അല്ലെങ്കിൽ നമുക്ക് ലിറ്ററേച്ചർ എവിഡൻസിൽ ഈ ഹിൻഡർലാൻഡ് ട്രേഡിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മാരിടൈം എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള സംഘം സാഹിത്യങ്ങളിൽ നിറയെ അങ്ങനെ റെഫറൻസസ് പരാമർശങ്ങളുണ്ട്. അവർ ഈ യവനരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അകനാനൂറ് 149 149வது പാടലിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യവനർ തந்த വിനൈമാൻ നൻകളം പൊന്നോട് വന്ന് കരിയോട് പെയറും വളം കെഴു മുസിറി. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ദ ഷിപ്സ് ഓഫ് യവന. അതായത് യവനരുടെ ആ ഷിപ്സ് കലം, വിനൈമാൻ നൻകലം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ഈ ഷിപ്സ് പൊന്നോട് വന്നു. അതായത് അതിൽ ഗോൾഡ് കൊണ്ടുവന്നിട്ട് പിന്നെ കരി പെപ്പറോട് തിരിച്ചു പോകുന്നുണ്ട്. ബീറ്റിംഗ് ദ ഫോം ഓഫ് ദ പെരിയാർ റിവർ പുഴയുടെ അകത്ത് വന്നതായിട്ട് ആ റെഫറൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് വേറൊരു റെഫറൻസ് ഉണ്ട് പുറനാനൂറ്റിൻ്റെ 56 പുറനാനൂറ് 56வது സോങ്. അതിൻ്റെ അകത്ത് വരുന്നത് യവണർ നൻകളം തந்த തൻകമഴ് തേരൾ. അതായത് റോമൻ ജാറിൻ്റെ അകത്ത് വന്ന വൈൻ അതിനെ പെൺകുട്ടികൾ എടുത്തു കൊടുത്ത് പാണ്ഡ്യ കിങ് അവർ അത് ഇതായിട്ട് കൺസ്യൂം ചെയ്തതായിട്ട് ഒരു റെഫറൻസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ഇൻ്റർണൽ ട്രേഡ്സിനെ കുറിച്ചും ഒരുപാട് റെഫറൻസസ് ഉണ്ട്, നിറയെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ചേരന്മാരുടെ ഒരു കോൺഫ്ലിക്റ്റ് വിത്ത് യവണർ, അതിനെക്കുറിച്ചും ഒരു റെഫറൻസ് ഉണ്ട്. വൺ ഓഫ് ദ ചേര കിങ്സ് അവർ ഈ യവണരോട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കടൽ പിറകോട്ടിയ ചെങ്കുട്ടുവൻ, ഒരു ചേര കിങ്, ഹി പ്രോബബ്ലി ഡിഫീറ്റഡ് ദ പൈററ്റ്സ്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ചില റെഫറൻസസ് നമുക്ക് വരുന്നുണ്ട് ഈ മാരിടൈം ട്രേഡിനെ കുറിച്ചും ഈ ഇൻ്റർണൽ ട്രേഡിനെ കുറിച്ചും കുറേ റെഫറൻസസ് നമുക്ക് കിട്ടുന്നുണ്ട് സംഘം സാഹിത്യങ്ങളിൽ. നമ്മളിപ്പം എന്താ ഒരു മാരിടൈം എക്സ്ചേഞ്ച് ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഉരുവാണ് പെട്ടെന്ന് കണക്ട് ചെയ്യാം. അപ്പം ഈ ഉരുവിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഏത് കാലം മുതലാണ് തുടങ്ങുന്നത്? നമുക്ക് പട്ടണത്ത് ഒരു ഒറ്റത്തടി വെള്ളത്തിൻ്റെ ഒരു ചെറിയതൊരു
എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് തൈക്കൽ കടക്കരപ്പള്ളിയുടെ അകത്ത് 13-14 സെഞ്ചുറിയിൽ ഉള്ള ഒരു ബോട്ടിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ട്രേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഉറു എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പ്രോബബ്ലി ആഫ്റ്റർ 13-14 സെഞ്ചുറിയിലാണ് നമുക്കതിൻ്റെ റെഫറൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് തന്നെ ഇവർ ഇങ്ങനെ ഷിപ്പ് ഉണ്ടാക്കി കാണാം. ടിൻഡിസിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ലാൻഡ്സ്കേപ്പിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ലാൻഡ്സ്കേപ്പിനെ പ്ലേസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു ടിൻഡീസ് ഉറപ്പായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമായിരുന്നു എന്ന് പറയാം. കാരണം നമുക്ക് പാലക്കാട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം, കോഴിക്കോടും മറ്റേ പ്രദേശവും. നമുക്ക് പൊന്നാനിയിലിരുന്ന് കൊയിലാണ്ടി വരെയുള്ള പകുതിയിൽ ഏരിയയിൽ നമുക്ക് കുറേ എക്സ്പ്ലോറേഷൻ ചെയ്യണം, കോസ്റ്റിൽ നടന്ന്. അടുത്തതായിട്ട് നമുക്ക് ബേപ്പൂരിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു സ്റ്റോൺ ആങ്കർ കിട്ടിയിട്ടുണ്ട്, കൽ നങ്കുറം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആങ്കർ. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാം 16-17 സെഞ്ചുറി. കാരണം ഈ പോർച്ചുഗീസ് റൈറ്റേഴ്സ് ക്ലിയർ ആയിട്ട് അവർ മെഷർമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ഷിപ്പിൻ്റെ അകത്ത് ഇവർ സ്റ്റോണിലെ ആണ് നങ്കുറം വച്ചിരുന്നു, അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്. അതിനെ മാച്ച് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് അടുത്ത കാലത്ത് ബേപ്പൂരിന് അടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ കൊയിലണ്ടി അടുത്തുള്ള ഈ പന്തലായിനി കൊല്ലമും ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. ഈ പ്രദേശത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് മിഡിവൽ പീരീഡിലാണ് കൂടുതൽ നമുക്ക് എവിഡൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏർലി പീരീഡിലും ഉറപ്പായിട്ട് ഇവിടെ ഏതെങ്കിലും ഈ ടിൻഡീസ് ഉണ്ടായിരുന്നിരിക്കണം. നമുക്ക് അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലോറേഷൻ ചെയ്യണം. കാരണം നമുക്ക് എടക്കൽ പ്രദേശത്ത് ഒരു ട്രേഡ് റൂട്ട് പോയിരുന്നു. അതുപോലെ നോർത്തിലും ഒരു ട്രേഡ് റൂട്ട് പോയിരുന്നു. അതുപോലെ ത്രൂ പാലക്കാട് പാസ് വഴി തമിഴ്നാട് പോകുന്ന ഒരു ട്രേഡ് റൂട്ട്. ഇതെല്ലാം വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ കോഴിക്കോടും ഈ കൊയിലാണ്ടിയും ഉള്ള പ്രദേശമാണ്. ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്യണം. എക്സ്പ്ലോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസ് കിട്ടും. അത് ആരും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇത് എവിടെയെങ്കിലും കാണും, നമുക്ക് ആ സ്ഥലത്തെ കണ്ടെത്തണം. അതുപോലെ തൊണ്ടീന്ന് പറയുന്നതും ഈ കോവളം എന്ന് പറയുന്നതും ഒരു പർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പാണ്. ഒരു ബേ എന്ന് പറയുന്ന ഒരു ചെറിയതൊരു കേർവ്ഡ് ഏരിയ തൊണ്ടി എന്ന് പറയും. ഒരു കേർവായിട്ട് തമിഴിലും ഉള്ള പഴയ ഒരു വാർത്തയാണ് ഇത്. അത് ഒരു കേർവായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഉള്ള ആ കേർവായിട്ടുള്ള കോവളം പോലെ ഉള്ള സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാം. ചിലപ്പോൾ ഈ സൈറ്റ്സ് എല്ലാം ആദ്യമായിട്ട് പറഞ്ഞതുപോലെ മണ്ണിൻ്റെ താഴെ ഉണ്ടാകും 2-3 മീറ്റർ. അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും കുഴിക്കുന്ന സമയത്ത് നമുക്ക് എവിഡൻസ് കിട്ടാൻ സാധ്യത ഉണ്ട്. പട്ടണം എക്സ്കവേഷനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഏകദേശം 8 സീസണോളം എക്സ്കവേഷൻ നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് എക്സ്കവേഷൻ റിസൾട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭാവിയിലേക്ക് ഈ റിസർച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നമുക്ക് ഇതിനെക്കുറിച്ച് കുറേ കൂടെ കുറേ പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും പബ്ലിക്കേഷൻ കൊണ്ടുവരാം. അതുകൂടാതെ നമുക്ക് ഈ എക്സിബിഷൻ, അവിടുത്തെ കിട്ടിയ ഒബ്ജക്ട്സ്, മെറ്റീരിയൽ കൾച്ചർ അതെല്ലാം ഉണ്ട്. അതിനെ നമുക്ക് ഒരു നല്ലതൊരു എക്സിബിഷനായിട്ട് ഉണ്ടാക്കി ഈ മാരിടൈം ഹിസ്റ്ററിനെ നമുക്ക് കാഴ്ചപ്പെടുത്തണം. അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ മാരിടൈം ഹിസ്റ്ററിനെ നമുക്ക് ഒരു സ്ഥലത്തിലും പ്രോപ്പറായിട്ട് ഒരു നെറേറ്റീവ് എക്സിബിഷനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ മാരിടൈം വളരെ സ്ട്രോങ് ആണ്. നമുക്ക് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് മാരിടൈം ഹിസ്റ്ററി ഏകദേശം 300 BC-യിലാണ് കൂടുതൽ വരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് 20th സെഞ്ചുറി വരെ. അപ്പം അതിനെ നമുക്ക് ഒരു ലോങ് നെറേറ്റീവായിട്ട് നമുക്ക് കാഴ്ചപ്പെടുത്തണം. അതിനെ ഒരു മ്യൂസിയം, പ്രോപ്പർ മ്യൂസിയം, കേരള മാരിടൈം ഹിസ്റ്ററി മ്യൂസിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഹിസ്റ്ററിയെ തന്നെ നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ കഴിയും. പ്രധാനമായിട്ട് നമുക്ക് കുട്ടികൾക്ക്
ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. മറിടൈം ഹിസ്റ്ററി മ്യൂസിയം ഓഫ് കേരള അത് ഉണ്ടാക്കാൻ കഴിയും. അത് നമുക്ക് ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ഡിജിറ്റലായിട്ട് തന്നെ ഇന്ന് ഒരുപാട് ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് ഈ ഡിജിറ്റൽ മ്യൂസിയം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിലൊരു CRM പോളിസി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ, ഇന്ത്യയിലും കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് പറയുന്ന ഒരു പോളിസി ഇല്ല. അതും അവർ പെട്ടെന്ന് കേരള ഗവൺമെൻറ് കൊണ്ടുവരാം. കാരണം മിക്കവാറും സൈറ്റ്സ് എല്ലാം സാൽവേജിലാണ് നമുക്ക് കിട്ടുന്നത്. കേരളത്തിലെ എല്ലാം പ്രൈവറ്റ് ലാൻഡാണ് മിക്കവാറും. അതിൽ അവർ കുഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും കിട്ടും. അത് ഉറപ്പായിട്ട് കേരള ഗവൺമെൻറ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, സാൽവേജായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു ലെജിസ്ലേഷനായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയതൊരു കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതിനെ ഒരു ഡിക്ലെയർ ചെയ്യും. ഇങ്ങനത്തെ ഇതുപോലെ മെഗലിത്തിക് ബറിയൽസ് ഇതുണ്ട്, അതുപോലെ ഒരു കോമ്പൻസേഷൻ റിലേറ്റഡ് ഇതായിട്ട് കൊടുക്കാം. അതുപോലെ പലപ്പോഴും മ്യൂസിയംസ് തന്നെ വരുമ്പോൾ മ്യൂസിയം നമ്മൾ പലപ്പോഴും ഡിസൈൻ ചെയ്തൊക്കെ വരുമ്പോൾ ഇതൊരു ഡംപിങ് പ്ലേസ് ആയിട്ടാണ് മാറുക. അതിനകത്തേക്ക് ഒരു മ്യൂസിയം ഒരു റിസർച്ച് സ്പേസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നില്ല പലപ്പോഴും. അപ്പൊ അത് എങ്ങനെയാണ് മ്യൂസിയത്തിനെ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈബ്രന്റ്, നമുക്ക് ഓബ്ജക്റ്റ് ഇന്നത്തെ ചില മ്യൂസിയത്തിനെ നമുക്ക് ഓബ്ജക്റ്റ് വേണ്ട, ഓൺലി ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും. അതുകൂടാതെ അവിടുത്തെ ഉള്ള റിസർച്ചേഴ്സ് അവർക്ക് അത് ഒരു ഇൻട്രസ്റ്റ് വേണം. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവർ അതിനെ ഫർദർ ആയിട്ട് റിസർച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ മ്യൂസിയത്തിൻ്റെ അകത്ത് എക്സിബിഷൻ മാത്രമല്ലാതെ ഒത്തിരി ഈവൻറ്റ്സ് വേണം. കാരണം വേൾഡ് ഹെറിറ്റേജ് വീക്കുണ്ട്, വേൾഡ് ഹെറിറ്റേജ് ഡേ, അങ്ങനെ സമയത്ത് ഒരു കുട്ടികൾക്ക് ഒരു ക്വിസ് നടത്താം. അതുകൂടാതെ പെയിൻറ്റിങ് എക്സിബിഷൻ, അതുപോലത്തെ ആക്ടിവിറ്റീസ് അവർ ഈ കുട്ടികളോട് സ്കൂൾ എഡ്യൂക്കേഷനോട് കണക്ട് ചെയ്യണം. കണക്ഷൻ, അതായത് മ്യൂസിയം ഈസ് നോട്ട് ഓൺലി എ പ്ലേസ് വിത്ത് ഓബ്ജക്റ്റ്, ഓൾഡ് ഓബ്ജക്റ്റ്, അത് ഒരു ഡൈനമിക് ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറണം. അപ്പോൾ അത് അവർക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് മാറും മ്യൂസിയം. മ്യൂസിയം ഇസ് എ കൾച്ചറൽ സ്പേസ് ആണ്. അപ്പോൾ അതിനെ ഒരു ഡൈനമിക് കൾച്ചറൽ സ്പേസ് ആയിട്ട് നമുക്ക് മാറ്റണം. ഇപ്പോൾ അടുത്തതായിട്ട് കൊച്ചി ബൈനലെ ഉള്ളതുപോലെ അവർക്ക് ഈവൻറ്റ്സ് വേണം. ഇപ്പം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ടെൻഡീസ് ആ ഒരു ലാൻഡ്സ്കേപ്പ് എക്സ്പ്ലോറേഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ എക്സ്പ്ലോറേഷനെ കുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രിലിമിനറി ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലും സാറിന് പങ്കുവയ്ക്കാനുണ്ടോ? ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പിന്നീട് പുറകെ അടുത്തതായിട്ട് നമുക്കൊരു സ്റ്റോൺ ആങ്കറിൻ്റെ ഒരു എവിഡൻസ് കിട്ടി. അടുത്തതായിട്ട് ഇപ്പോൾ കൊയിലണ്ടിൽ പോയപ്പോൾ അവിടെ നമുക്ക് സ്ഥലനാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് വീണ്ടും കുറേ കൂടി നടന്നു നോക്കിയാൽ നമുക്ക് ഇത് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് പന്തലായനി കൊല്ലത്തിനടുത്ത് പോയപ്പോൾ അവിടെ നമുക്ക് ഒരു ഗോൾഡ് വർക്കിംഗ് ഒരു സ്മിത്തിൻ്റെ ഒരു ലൊക്കേഷൻ, അവരുടെ ഒരു പ്രസൻസ് കണ്ടു. അടുത്തതായിട്ട് ഓടായിമാർ. ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ എവിഡൻസ് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. അതുപോലെ കുറേ നമുക്ക് എവിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു പെട്ടെന്ന് ഒരു ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് 10 കൊല്ലം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. 10 കൊല്ലം 12 കൊല്ലം അത് നമുക്ക് റീജൻ്റെ ഒരു കൾച്ചറൽ ലൈഫും കൾച്ചറൽ ഹിസ്റ്ററിയും മനസ്സിലാക്കി കഴിയാൻ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിസിബിലിറ്റി കാരണം കേരളത്തിൻ്റെ ജോഗ്രഫി വേറെയാണ്, കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് എക്കോളജി വേറെയാണ്, സെറ്റിൽമെൻറ്റും വേറെയാണ്. അതുപോലെ തമിഴ്നാടാണെങ്കിൽ നമുക്ക് വേറെ ഒരു അപ്രോച്ച് അവിടെ വേണം. കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. വളരെ ഡിഫിക്കൽട്ട് ടെറൈനാണ്. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് ഒരു ഏർലി ഹിസ്റ്റോറിക് ആ കാലഘട്ടത്തിലെ തുറമുഖങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഏർലി ഹിസ്റ്റോറിക്കിന് ബാക്കിലേക്ക്, അതായത് ഇപ്പം മറ്റേ മെസോലിത്തിക്, ആ ഒരു പാലിയോലിത്തിക്, ആ ഒരു സമയത്തേക്കുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് കിട്ടുന്നുണ്ടോ? നമുക്ക് കേരളത്തെക്കുറിച്ച് മെസോലിത്തിക് എന്ന് പറയുന്ന
ഈ ശിലായുഗത്തിൻ്റെ എൻഡിലാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ചൊവ്വായൂരിലെ നമുക്ക് ഈ മൈക്രോലിസ് എന്ന് പറയുന്ന ചെറിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ടൂൾസിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കാലപ്പഴക്കം ഏകദേശം നമുക്ക് ഒരു 10,000 കൊല്ലെന്ന് പറയാം. ഇതുപോലത്തെ നമുക്ക് കിണാളൂരിൽ കിട്ടിയിട്ടുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ആണക്കരയിലും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പഴക്കം കൂടുതലാകാം. ചിലപ്പോൾ നമുക്ക് 20,000 ഇയേഴ്സ് ബിപിന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഉറപ്പായിട്ട് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇങ്ങനെ തരം ഉള്ള ഈ ഹണ്ടർ ഗദറേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ജീവിച്ചിരുന്നു. അതിൽ ഉറപ്പാണ്. അതിൽ നമുക്ക് ശ്രീലങ്കയിൽ വെഡ്ഡാന്ന് പറയുന്ന ഒരു ഹണ്ടർ ഗദറേഴ്സ് ഉണ്ട്. ശ്രീലങ്കയിൽ തന്നെ നമുക്ക് കൂടുതൽ ഇതിൻ്റെ സ്കെലിറ്റൻ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പോപ്പുലേഷൻ ഓൾഡസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നവർ പണ്ട് തൊട്ട് തന്നെ ഈ മെസോലിത്തിക് പീരിയഡിൽ തന്നെ ഇവിടെ താമസിച്ചിരുന്നെന്ന് ഒരു തിയറിയുണ്ട്. അതായത് ഇന്നത്തെ ഉള്ള ചില ഈ ട്രൈബ്സ് എന്ന് പറയുന്ന ഇരുള, പുളയ, പളിയാസ് അവരെല്ലാം ഈ മെസോലിത്തിക് പീരിയഡിലിരുന്ന് തന്നെ, അതുപോലെ ആന്ധ്രയിലുള്ള ചെഞ്ചു, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആ പീരിയഡിൽ തന്നെ അവർ ഹണ്ടർഗദറായിട്ട് തന്നെ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതുപോലെ നമുക്ക് ഈ പ്രദേശത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ അന്ന് തൊട്ട് ജീവിച്ചിരുന്ന ഒരു ഹണ്ടർഗദറേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു തെളിവാണ് നമുക്ക് ചൊവ്വായൂരിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇവരാണ് കേരളത്തിലെ ആദ്യം ജീവിച്ചിരുന്ന ഒരാൾക്കാർ. ഇവരാണ് ലോക്കൽ പീപ്പിൾ എന്ന് പറയാം. നമുക്ക് അതിൻ്റെ അവർ ജനറ്റിക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ കഴിയും ചിലപ്പോൾ. അപ്പം അതൊരു ലെയറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഈ ഇരുമ്പ് യുഗം എന്ന് പറയുന്ന അയനേജിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണുന്നത് ഈ അയൺ ടൂൾസ് കൊണ്ട് ഉണ്ടാക്കിയ ഈ മെഗലിത്തിക് ബറിയൽസ്, റോക്കറ്റ് കേവ്സ് ഇതെല്ലാം ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് എടക്കൽ ഗുഹചിത്രങ്ങൾ. എടക്കൽ ഗുഹചിത്രങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് കളക്ഷനാണ്. കാരണം അതിൻ്റെ അകത്ത് പല രൂപങ്ങൾ ഉണ്ട്. അതിൻ്റെ നമുക്ക് ഈ സംഘസാഹിത്യങ്ങളിൽ പറയുന്ന വേലൻ വെറിയാടൽ അതോടുകൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. ഷാമൺ പറയുന്ന ഒരു വെളിച്ചപ്പാട് ഉള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് ഇത് പറയാൻ കഴിയും. കാരണം ഈ ഷാമണാണ് പണ്ടത്തെ ഈ സൊസൈറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പവറായിരുന്നു. അവർക്കാണ് ഈ പ്രിഡിക്റ്റിംഗ് പവർ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഉള്ള ഒരു സ്ഥലമായിരുന്നു എടക്കൽ. അവിടുത്തെ ഉള്ള ഗുഹചിത്രങ്ങളുടെ അകത്ത് നമുക്ക് ചില സിമ്പിൾസ് കാണാം. ആ സിമ്പിൾസ് തന്നെ നമുക്ക് മെഗലിത്തിക് പോട്ടറിൻ്റെ മുകളിലുള്ള ആ ഗ്രാഫിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് അത് രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യമുള്ളത് ഈ മൈക്രോലിസ് യൂസ് ചെയ്ത ആൾക്കാരാണ്. അതിനടുത്ത് കാണുന്നത് ഈ അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഇവരാണ്. ഇവർ ഹോർട്ടിക്കൾച്ചർ ചെയ്യുന്ന ഈ മെഗലിത്തിക് ബറിയൽ ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇവർ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പെന്ന് നമുക്ക് പറയാം. അപ്പം അതുപോലെ നമുക്ക് കേരളത്തിൻ്റെ ഈ ഏർലി ഹിസ്റ്റോറിക്കിന് മുൻപ് ഈ മുസ്രീസ് ഈ പ്രദേശം അതുപോലെ ചിൻഡീസ് ഉണ്ടായിരുന്ന കാലത്തിന് മുൻപിൽ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു മെറ്റൽ ടെക്നോളജി ഉണ്ടായിരുന്നു. അവർ ഈ വെട്ടുകല്ലിൻ്റെ ഇരുമ്പ് എടുത്തുകൊണ്ട് മിനറൽ എടുത്തുകൊണ്ട് അവർ മെറ്റൽ ഉണ്ടാക്കി. അതുപോലെ ഇവരുടെ കയ്യിൽ തന്നെ ഒരു കോപ്പർ ടെക്നോളജിയും ഇതും ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് പറയാം ഈ ബ്രോൺസ് ടെക്നോളജി, നമുക്ക് ഈ ആറന്മുള എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ചിലപ്പോൾ നമുക്ക് അയൺ ഏജിലുണ്ടാകും. കാരണം നമുക്ക് ആദിച്ചനൂരിലെ ബ്രോൺസ് മിറർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഹെറപ്പൻ ട്രഡീഷനിലും ബ്രോൺസ് മിറർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കേരളത്തിലെ പല സ്ഥലത്തും ഗോൾഡ് ഓബ്ജക്ട്സ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ഇത് ഒരു ക്രാഫ്റ്റ് ഗ്രൂപ്പ്സ് ഉള്ള ഒരു പീരീഡ് ആയിരുന്നു എന്ന് പറയാം, അയൺ ഏജ്. അതുപോലെ സ്ക്രിപ്റ്റ്, കേരളത്തിലെ സ്ക്രിപ്റ്റ് വരുന്നതും ഒരു പ്രധാനപ്പെട്ട
ഒരു ഫേസിന് നമുക്ക് പറയാം. ആദ്യത്തെ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നത് എടക്കലെല്ലാണ്. അതുകൂടാതെ പട്ടണത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു അമണത്തൈ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവർ ചിലപ്പോൾ ജൈൻ ഓർ ബുദ്ധിസ്റ്റ് ആകാം. അതുപോലെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഇതിലും കിട്ടിയിട്ടുണ്ട്, എടക്കലിലും. അതിലും നമുക്ക് കാണുന്നത് ഈ ഇതാണ്, ഒരു മർച്ചൻറ്റിൻ്റെ, ചിലപ്പോൾ അത് മർച്ചൻറ്റിൻ്റെ ആക്ടിവിറ്റി ആകാം. അതുകൊണ്ട് നമുക്ക് ഈ മർച്ചൻറ്റ് ആക്ടിവിറ്റീസ്, മർച്ചൻറ്റ് ഗിൽഡ് ആക്ടിവിറ്റീസ് അതും ആ പീരീഡിൽ കാണും. അതിൻ്റെ സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു കോംപ്ലക്സ് സൊസൈറ്റി ഉണ്ടാകുന്നത് അയൺ ഏജിലാണ്. അയൺ ഏജിലും അതിന് അടുത്തുള്ള സ്റ്റേജിലും. അപ്പോൾ എടക്കലിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എടക്കൽ ഓൾറെഡി അതൊരു പല കാലഘട്ടത്തിൽ ആ സ്പേസിനെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നമുക്ക് പെട്രോഗ്ലിഫും ഉണ്ട്, അതുപോലെ തന്നെ പിന്നീട് വരുന്ന സ്ക്രിപ്റ്റും കിട്ടുന്നത്. അതൊരു റിച്വൽ സെൻ്റർ ആയിട്ട് കാണാം. എടക്കൽ ഒരു റിച്വൽ സെൻ്റർ ആയിട്ട് നമുക്കത് കാണണം. അങ്ങനെയാണ് ഈ ഷാമൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഒരു ഇതായിട്ട് വർഷിപ്പിംഗ് ഇതായിട്ട് അത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കോപ്പർ അതുപോലെയുള്ള മെറ്റൽസ് നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആണോ? ഇല്ല, കോപ്പർ ഇതിൻ്റെ സോഴ്സ് ലോക്കൽ അല്ല. അതുകൊണ്ടാണ് ഈ ട്രേഡ് റൂട്ട് മെഗലിത്തിക് ബറിയൽസിൻ്റെ അകത്ത് കിട്ടുന്ന ഈ മറ്റേ സാധനങ്ങൾ, അതായത് കാർണേലിനെല്ലാം പുറമേ ഇരുന്ന് വന്നതാണ്. അപ്പൊ തീർച്ചയായും ആ കമ്മ്യൂണിറ്റീസും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൈഗ്രേഷൻ നടക്കാൻ അതാണ്.